നമ്മുടെ വീടുകളിലുള്ള ക്ലോക്കുകൾ കേടാവുമ്പോൾ ഒന്നെങ്കിൽ എടുത്ത് കളയും അല്ലെങ്കിൽ ആക്രിക്ക് എടുത്തു കൊടുക്കും. എന്നാൽ അതുപോലെ കംപ്ലൈൻ്റ് ആയ ക്ലോക്കുകൾ നമുക്ക് തന്നെ റെഡിയാക്കി എടുത്താലോ? അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ക്ലോക്കിന്റെ ബാക്ക് സൈഡിലുള്ള സ്ക്രൂകളെല്ലാം അഴിച്ചെടുക്കണം. ഓരോ മോഡൽ ക്ലോക്കിന്റെയും വ്യത്യാസം കാണും, എന്നാൽ ഏതാണ്ടെല്ലാം സെയിം രീതിയായിരിക്കും. ബാക്ക് സൈഡിലുള്ള സ്ക്രൂകളെല്ലാം ലൂസ് ചെയ്ത ശേഷം പയ്യെ ക്ലോക്കിന്റെ പുറകിലത്തെ കവർ അഴിച്ചെടുക്കാം. അഴിച്ചെടുക്കുമ്പോൾ തന്നെ ഫ്രണ്ടിലുള്ള ഗ്ലാസ് പൊട്ടാതെ സൂക്ഷിച്ചു വേണം അഴിക്കാൻ. അതിനുശേഷം ഇതിന്റെ സൂചികളെല്ലാം അഴിച്ചെടുക്കാം. അത് അഴിച്ചെടുക്കുമ്പോഴും വളഞ്ഞു പോലെ നോക്കി വേണം അഴിക്കാൻ. ഇനി നമുക്ക് ക്ലോക്കിന്റെ മൂവ്മെന്റ് അഴിച്ചെടുക്കാം. ഈ ക്ലോക്കിൽ വരുന്നത് പ്രസ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് മൂവ്മെന്റ് ആണ്. അങ്ങനെയുള്ളതൊക്കെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പയ്യെ ലോക്ക് മാറ്റിയ ശേഷം ഇങ്ങനെ അഴിച്ചെടുക്കാം. ചില മോഡൽ ക്ലോക്കുകളിൽ ഇതുപോലത്തെ ത്രെഡ് ഉള്ള ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ആ ത്രെഡിലുള്ള നെറ്റ് അഴിച്ച് മാറ്റിയ ശേഷം വേണം മൂവ്മെന്റ് അഴിച്ചെടുക്കാൻ. അപ്പം നമുക്ക് പുതിയ മൂവ്മെൻറ്റ് വാങ്ങാൻ വേണ്ടി ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ സ്പെയറൊക്കെ കിട്ടുന്ന ഷോപ്പിൽ ചെന്നാലും അല്ലെങ്കിൽ ക്ലോക്കൊക്കെ റിപ്പയർ ചെയ്യുന്ന ഷോപ്പിൽ ചെന്നാലും നമുക്ക് ഈ മൂവ്മെൻറ്റ് വാങ്ങാൻ കിട്ടും. നമ്മുടെ ക്ലോക്കിലുണ്ടായിരുന്ന മൂവ്മെൻറ്റ് പ്രസ് ചെയ്ത് വെക്കുന്ന ടൈപ്പാണോ അതോ ത്രെഡഡ് ടൈപ്പാണോ എന്ന് നോക്കിയിട്ട് വേണം പുതിയത് വാങ്ങാൻ. ഈ ക്ലോക്കിലുണ്ടായിരുന്നത് പ്രസ് ചെയ്ത് വെക്കണമായതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ലോക്കയിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് വെച്ചാൽ മതി, അവിടെ ഇരുന്നോളും. ഈ ക്ലോക്കിൽ ഞാൻ വെച്ചത് പ്രസ്റ്റീജ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മൂവ്മെൻ്റ് ആണ്. ഞാൻ വാങ്ങിയപ്പോൾ 80 രൂപയായിരുന്നു റേറ്റ്. പല സ്ഥലത്തും പല റേറ്റ് ആയിരിക്കും ചിലപ്പോൾ. മൂവ്മെൻറ്റ് ഫിറ്റ് ചെയ്ത് സൂചിയും ഇട്ട് നമുക്ക് അഴിച്ചെടുത്തോലെ തന്നെ വീണ്ടും എല്ലാം ഫിറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്ക് സൈഡിലുള്ള എല്ലാ സ്ക്രൂവും ഇട്ട് ടൈറ്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ചെയ്യാൻ അറിയത്തില്ലാത്തവരാണെങ്കിലും ക്ലോക്കൊക്കെ റിപ്പയർ ചെയ്യുന്ന ഷോപ്പിൽ കൊടുത്താൽ മതി, റെഡിയാക്കി കിട്ടും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.